ഹായ് കൂട്ടുകാരെ, ഇന്ന് നമ്മൾ രാവിലത്തെ കാപ്പിക്ക് വെള്ളയപ്പത്തിന് റെഡിയാക്കുന്ന വെജ് കുറുമയാണ്. ഞാൻ ഈ ഒരു രീതിയിലാണ് റെഡിയാക്കുന്നത്. പലരും പല തരത്തിലാണ് വെജിറ്റബിൾ കറി വയ്ക്കുന്നത്. എണ്ണ ചൂടായി വരുമ്പോഴേക്കും ഒരല്പം പെരുംജീരകം വിട്ട് പൊട്ടിക്കും. ഇനി അതിലേക്ക് ഒരു 2 പച്ചമുളകും ഒരു കഷ്ണം ഇഞ്ചിയും 4 ചുവന്നുള്ളിയും കൂടി ഒന്ന് നല്ലപോലെ ചതച്ച് ചേർക്കും. അതെല്ലാം കൂടി ഒന്ന് മൂത്ത് വന്നാൽ സവോള ചേർത്ത് കൊടുക്കും. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം സവോള ഒന്ന് വാട്ടിയെടുക്കും. സവോള ഒന്ന് വാടി വന്നാൽ അതിലേക്ക് ഇനി ബാക്കി പച്ചക്കറികൾ ചേർത്ത് കൊടുക്കും. ഇവിടെ ഇപ്പം എൻ്റെ കയ്യിൽ ഉരുളക്കിഴങ്ങും ക്യാരറ്റും മാത്രമേ ഉള്ളൂ. സാധാരണ ഗ്രീൻ പീസ് ചേർക്കുന്നുണ്ട്, ബീൻസ് ഇല്ല. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1-2 നുള്ളു മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 2 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് ഇളക്കിയെടുക്കും. ഇനി അതിലേക്ക് ഒരു 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ച് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് വേവിക്കാം. പച്ചക്കറി വെന്ത് വന്നാൽ നമുക്കിനി വേവിച്ച് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കാം. ആ കൂടെ തന്നെ ഇതിനുള്ള അരപ്പും കൂടെ ചേർക്കാം. 1 കപ്പ് തേങ്ങയും ഒരു 5 കപ്പലണ്ടിയും കൂടെ അരച്ചെടുത്തതാണേ. ഇതും കൂടെ ചേർത്തൊന്ന് നല്ലപോലെ ചൂടാക്കിയെടുക്കാം. ഇനി ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കിയെടുത്താൽ നമ്മുടെ വെജിറ്റബിൾ കുറുമ റെഡിയായി. പാലപ്പത്തിൻ്റെ കൂടെ ആണേലും വെള്ളിയപ്പത്തിൻ്റെ കൂടെ ആണേലും ഈ വെജിറ്റബിൾ കുറുമ അടിപൊളിയാണ് കേട്ടോ. ഇടിയപ്പത്തിനായാലും നല്ലതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.